നമസ്കാരം, പാലാവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നാൽപ്പത് വർഷങ്ങൾക്ക് മുന്നിലെ ഓർമ്മകളുമായി കേന്ദ്ര സഹമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ. അന്ന് ചാക്കോ സാറായിരുന്നു പ്രിൻസിപ്പൽ. എൻ്റെ ഗുരുനാഥൻ NR ഇളയിടം, അദ്ദേഹമായിരുന്നു ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ്. അങ്ങനെ വീണ്ടും ഞാനിവിടെ വന്നിരിക്കുകയാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട്. പാല സെന്റ് തോമസ് കോളേജിലെ പ്ലാറ്റിനം ജൂബിലി ആഘോഷ ചടങ്ങിലെ ഉദ്ഘാടന പ്രസംഗത്തിലാണ് സെന്റ് തോമസ് കോളേജിലെ തന്റെ കലാലയ ജീവിത ഓർമ്മകളെക്കുറിച്ച് പങ്കുവെച്ച് ബഹുമാനപ്പെട്ട മന്ത്രി സംസാരിച്ചു. തീർച്ചയായിട്ടും വിദ്യാഭ്യാസ കാര്യത്തിൽ മലയാളി എന്നും മുന്നിലാണ്. 1950 കേരളത്തിലെ സാക്ഷരത 50%-ലേറെയായി. എന്നും അറിവ് നേടുവാൻ വേണ്ടി ആ ആഗ്രഹം ഈ കേരളത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ലോകം ആരാധിക്കുന്ന ജ്ഞാനത്തിന് വേണ്ടി ഭാരതത്തിൽ മുഴുവൻ സഞ്ചരിച്ച ശങ്കരാചാര്യർ അറിവിന് വേണ്ടി ഈ രാജ്യം മുഴുവൻ സഞ്ചരിച്ചത്. തീർച്ചയായിട്ടും ആ മാർഗം മലയാളി എന്നും തുടരുകയാണ്. നമ്മളെന്നും മുന്നിലായിരുന്നു, ലോകത്തിനോടൊപ്പമായിരുന്നു. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ കാര്യത്തിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ യൂറോപ്പിനൊപ്പമായിരുന്നു. എന്താണ് കാര്യം? നമ്മുടെ പൂർവികതരാണ്. അതുകൊണ്ടാണ് ഞാൻ ശങ്കരാചാര്യരെ പറ്റി പറഞ്ഞത്. അതുപോലെ തന്നെ എഴുത്തച്ഛൻ 16-ാം നൂറ്റാണ്ടില് അദ്ദേഹം പറഞ്ഞു തന്ന കളിക്കൊഞ്ചലുകൾ മലയാളിയുടെ മനസ്സിനെ മാറ്റിയതാണ്, ആധ്യാത്മികതയിലൂടെ മാറ്റിയതാണ്. കുമാരനാശാൻ അത് നമ്മുടെ സാമൂഹിക പരിഷ്കർത്താക്കളുടെ അതേ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം നൽകിയ ദിശാബോധം. പിന്നെ ആരാണ് വിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തത് കേരളത്തിൽ? എല്ലാവരുടെയും നാവിൻ്റെ തുമ്പിലുണ്ടത് ആ പേര്, കുര്യാക്കോസ് ഏലിയാസ്. ഇന്ന് വിശുദ്ധനായിട്ടുള്ള കുര്യാക്കോസ് ഏലിയാസ് അച്ഛനാണ്. 1846 ആദ്യമായിട്ട് കേരളത്തില് സംസ്കൃത വിദ്യാലയം അദ്ദേഹം ആരംഭിച്ചു. അവിടെ പഠിക്കാൻ വേണ്ടി അദ്ദേഹം ക്ഷണിച്ചത് എല്ലാവരെയുമാണ്. എല്ലാവരും എന്ന് പറഞ്ഞാൽ അന്ന് മാറ്റി നിർത്തപ്പെട്ടിരുന്ന, സമൂഹത്തിന്റെ പുറമ്പോക്കിലേക്ക് വലിച്ചെറിയപ്പെട്ടിരുന്ന ഇന്നത്തെ പട്ടികജാതിക്കാരൻ എന്ന് പറയുന്ന അസ്പൃശ്യനെ ഉൾപ്പെടെ 1846 വിപ്ലവം എഴുതിയ വിപ്ലവകാരികൾ അന്ന് ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരിക്കില്ല ആ കാലഘട്ടത്തിൽ. അതുപോലെ തന്നെ 1856 ആയപ്പോഴ് ലോകം അതുവരെ കേൾക്കാത്ത ഒരു ഇടയലേഖനം. അതെന്തായിരുന്നു? ഓരോ പള്ളിയോടുമൊപ്പം പള്ളിക്കൂടം വേണം. പള്ളിക്കൂടമില്ലെങ്കിൽ കുർബാന വേണ്ട, നീ കുർബാന കൈക്കൊള്ളണ്ട, പഠിക്കാൻ പോയില്ല. അങ്ങനെ പറഞ്ഞ ഒരു സമൂഹമാണ്, അങ്ങനെ ഒരു പറയിപ്പിച്ച വിശുദ്ധനാണ് കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ. തീർച്ചയായിട്ടും ക്രിസ്തീയ സമൂഹത്തിന്റെ സംഭാവന അത് ഈ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് അംഗീകരിക്കപ്പെടേണ്ടത് തന്നെയാണ്. എല്ലാവരും അംഗീകരിക്കുന്നതാണ്. 1856 അദ്ദേഹം ഈ ഇടയലേഖനം മത്രാനെ കൊണ്ട് ഇറക്കിക്കുന്ന അവസരത്തിൽ അന്ന് ദാസ് ക്യാപിറ്റൽ ജനിച്ചിട്ടില്ല. 1867 ദാസ് ക്യാപിറ്റലിന്റെ ആദ്യ പതിപ്പിറങ്ങുന്നത്. ലോകം ചിന്തിക്കുന്നതിന് മുമ്പ്, ലോകത്തിന്റെ നവോത്ഥാനത്തിന് മുമ്പ് വിദ്യാഭ്യാസ രംഗത്ത് മാറ്റം വരുത്തുവാൻ കേരളത്തിന് സാധിച്ചിട്ടുണ്ട്. ആ സാമൂഹ്യ പരിഷ്കർത്താക്കളില് ശ്രീനാരായണ ഗുരുവുണ്ട്, ചട്ടമ്പി സ്വാമികളുണ്ട്, അയ്യങ്കാളിയുണ്ട്, അയ്യാസ്വാമിയുണ്ട്, മന്നത്ത് പത്മനാഭനുണ്ട്,
ഒരു തലമുറ തന്നെ ശുദ്ധിയുടെ പര്യായം പറഞ്ഞുകൊണ്ട് എങ്ങനെ പരിശുദ്ധമായിരിക്കണം നമ്മുടെ പരിസരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ആരോഗ്യരംഗത്തിലെ മുന്നേറ്റത്തിന് നാന്ദി കുറിച്ചത് അവരൊക്കെയാണ്. തീർച്ചയായിട്ടും ഈ അവസരത്തിൽ ഞാൻ അവരെ നമിക്കുകയാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിലൂടെ സ്ത്രീ ശക്തി, അത് പിതാവ് ഇവിടെ പറയുകയുണ്ടായി. ഒരു സമൂഹം എങ്ങനെ സ്ത്രീയിലൂടെ, വിദ്യാർത്ഥിയിലൂടെ കുടുംബങ്ങളെ കെട്ടിപ്പടുത്തു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളീയ സമൂഹം. അത് തിരിച്ചറിഞ്ഞ സമൂഹമാണ്. വിദ്യാർത്ഥിയെ പോലെ തന്നെ വിദ്യാർത്ഥിനിക്കും ഈ സമൂഹത്തെയും കുടുംബത്തെയും നയിക്കുവാൻ സാധിക്കുമെന്നും സാമ്പത്തികമായിട്ടുള്ള മാറ്റത്തിന് നാന്ദി കുറിക്കുവാൻ സാധിക്കുമെന്നും നമ്മളെ പഠിപ്പിച്ച ഒരു സമൂഹം. തീർച്ചയായിട്ടും അത് പറയുന്ന അവസരത്തിൽ വിദ്യാഭ്യാസത്തെ പറ്റി നമ്മൾ പറയേണ്ടിയിരിക്കും. പുതിയ തലമുറയെ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ആക്ഷേപിക്കുക. ഏതോ ഒരു ഉദ്യോഗസ്ഥൻ വളരെ രഹസ്യമായിട്ട് വേറെ ഉദ്യോഗസ്ഥനോട് പറഞ്ഞ കാര്യം അത് നമ്മൾ പാട്ടാക്കിയിട്ട് ഒരു ദിവസത്തെ തലക്കെട്ടിന് വേണ്ടി നമ്മൾ ആവർത്തിച്ചു കൊണ്ടിരുന്നു. ഈ നാട്, ഈ ലോകം ഒരു ഗ്ലോബൽ വില്ലേജ് ആണെന്ന് അറിയാതെ എന്താണത്? നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷിന്റെ സ്പെല്ലിംഗ് അറിയില്ല പോലും. അത് വലിയൊരു അപരാധമാണ്. അതേസമയത്ത് സായിപ്പിന് സ്പെല്ലിംഗ് തെറ്റിയാൽ എന്താണ് നമ്മൾ പറയുന്നത്? അദ്ദേഹം അതൊന്നും ശ്രദ്ധിക്കാറില്ല. സ്പെല്ലിംഗിൽ എന്ത് കാര്യമിരിക്കുന്നു? അമേരിക്കൻ ഇംഗ്ലീഷ് ഉണ്ട്, ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ഉണ്ട്, അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ ഇംഗ്ലീഷ് ഉണ്ട്. അതിലൊന്നും ഒരു കാര്യവുമില്ല. നമ്മുടെ കുട്ടിക്ക് ഇംഗ്ലീഷിൽ ഒരു സ്പെല്ലിംഗ് തെറ്റിയാൽ അത് ഞങ്ങൾ ആഘോഷിക്കുകയാണ്. നമ്മൾ ആ തലമുറയെ നമ്മൾ തീർച്ചയായിട്ടും അവഹേളിക്കുകയാണ്. അവന്റെ കഴിവുകളെ ഇല്ലായ്മ ചെയ്യുവാൻ ഇല്ല എന്ന് നടിക്കുകയാണ് നമ്മൾ. ഞാൻ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിലൂടെ വന്നതാണ്. 1977 മുതൽ നിരന്തരമായിട്ട് ആ രംഗത്തുണ്ട്. ഞാൻ എൻ്റെ തലമുറ തൊട്ട് ഓരോ തലമുറയെയും ഞാൻ പഠിക്കാറുണ്ട്. എനിക്ക് പറയുവാൻ സാധിക്കും, എൻ്റെ തലമുറയുടെ അത്രയും വ്യതിയാനം അതിനുശേഷമുണ്ടായ തലമുറയ്ക്കുണ്ടായിട്ടില്ല. ഇവിടെ ഇരിക്കുന്നവർ ഓരോരുത്തരും ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ ആ കാലഘട്ടത്തിലെ തലമുറയ്ക്കുണ്ടായ വ്യതിയാനങ്ങൾ ഇന്നുണ്ടോ? എത്ര പേർ അന്ന് വഴിതെറ്റിപ്പോയി ഇന്ന് തെറ്റുന്നുണ്ടോ? അതിനുശേഷം 77, 80, 90 നിങ്ങൾ എണ്ണി നോക്കൂ. ഇന്ന് നിങ്ങൾ പരിസരങ്ങളിലേക്ക് നോക്കൂ. 1% വഴിതെറ്റിയ സമൂഹം, വഴിതെറ്റിയ ചെറുപ്പക്കാരുണ്ടോ? ഇല്ല. ചീത്തയാണെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്ത് ആ യന്ത്രങ്ങൾ അവരെ നന്മയിലേക്ക് നയിക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. രാഷ്ട്രീയപരമായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടി ഞാൻ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ചെറുപ്പക്കാരുമായിട്ട് സംസാരിക്കുകയുണ്ടായി. കാരണം സമൂഹത്തിലെ 65-65% ആൾക്കാർ 35 വയസ്സിൽ താഴെയാണ്. അവരെങ്ങനെയാണ് ചിന്തിക്കുന്നത്? അവര് പരസ്യമായിട്ട് പ്രതികരിക്കുന്നില്ല. അവരെങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി അത് പഠിച്ച അവസരത്തിൽ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് വേണ്ടതുള്ളത് തേടിയെത്തുന്നു. അതൊരു പക്ഷേ മ്യൂസിക്കായിരിക്കാം. ഏതാണ് മ്യൂസിക് ചോദിച്ചപ്പോൾ ഞെട്ടിപ്പോയി. കൊറിയൻ വിദേശ സംഗീതം ഈ തലമുറ ആഘോഷിക്കുകയാണ്. സംഗീതത്തിന്റെ തലമുറയിലേക്ക് കടന്നു ചെല്ലുകയാണ്. പിന്നെ എന്താണ്? ശാസ്ത്രവും സാഹിത്യവും അവർ പഠിക്കുന്നു, മനസ്സിലാക്കുന്നു, അവർ ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ കായിക രംഗത്തെ എല്ലാ രംഗങ്ങളിലും അവർ മുന്നിലാണ്. അവർക്ക് എന്ത് വേണമെന്നുള്ളത് മാത്രം സെലക്ട് ചെയ്യുന്നു. അവരുടെ ഗ്രൂപ്പിലൂടെ വരുന്നു. അവരുടെ ഭാവിക്ക് എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നു. ആ യന്ത്രത്തെ നമ്മൾ തള്ളി പറഞ്ഞതല്ലേ? അതിൽ നിന്ന് മോചനം നേടുവാൻ അവർക്ക് സാധിച്ചു. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ തലമുറ, ആ തലമുറയെ ആക്ഷേപിക്കുന്നതിന് മുമ്പ് നമ്മുടെ തലമുറയെ പറ്റി ചിന്തിക്കണമെന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും ആ തലമുറയുടെ പരിശുദ്ധിയിൽ,
ഓരോ വ്യതിയാനങ്ങളുണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, 1% അത് ആഘോഷിക്കുകയാണ്. അത് മുഴുവൻ 1% മുഴുവൻ പാവഭാരങ്ങൾ മുഴുവൻ ഈ യുവതലമുറയുടെ മുന്നിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ്. അതിൽ നിന്ന് നമ്മൾ മാറണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും 40 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിറങ്ങുന്ന അവസരത്തിൽ ഞാൻ ആറ്റിലെ ഒരു കല്ലായിരുന്നു. അത് ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് തട്ടിയും മുട്ടിയും എവിടെയൊക്കെയോ ചെന്നു. അറിയില്ലായിരുന്നു എവിടെ എത്തുമെന്ന്. ഇന്ന് ആ കല്ല് ഒരു സ്ഥലത്തെത്തിയിരിക്കുന്നു. അത് ദൈവത്തിൻ്റെ അനുഗ്രഹമായിരിക്കാം. അതുകൊണ്ട് തീർച്ചയായിട്ടും വലിയൊരു ഭാഗ്യമാണ് പഠിപ്പിച്ച കോളേജിൻ്റെ ഈ ജൂബിലി ഉദ്ഘാടനം ചെയ്യുവാനുള്ള അവസരം കിട്ടുക എന്നുള്ളത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ഞാനൊരു ദൈവവിശ്വാസിയായതുകൊണ്ട് അതിനെ ഞാൻ ദൈവത്തിൻ്റെ സംഭാവനയായിട്ട് ഞാൻ കരുതുകയാണ്. എല്ലാ യാദൃശ്ചികതകളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. എൻ്റെ കാര്യത്തിലും അങ്ങനെയാണ് ഉണ്ടായത്. അതുകൊണ്ട് ഈ സ്ഥാപനത്തിലെ മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളുടെ അനുവാദത്തോടുകൂടി, മുഴുവൻ മുൻ അധ്യാപകരുടെ അനുവാദത്തോടുകൂടി, അനുഗ്രഹത്തോടുകൂടി, അതുപോലെ തന്നെ അനധ്യാപകരും ഈ കോളേജിന് വേണ്ടി പ്രവർത്തിച്ച അതിൻ്റെ ഭാരവാഹികള്, അതിൻ്റെ രക്ഷാധികാരികള്, പ്രിൻസിപ്പൽമാര്, അങ്ങനെയുള്ളവർ, മാനേജ്മെന്റിന്റെ ആൾക്കാർ, അവരുടെ എല്ലാം അനുഗ്രഹത്തോടുകൂടി, ഇവിടെ ഇരിക്കുന്ന ഇപ്പോഴത്തെ എല്ലാ വിദ്യാർത്ഥികളുടെയും അനുവാദത്തോടുകൂടി, ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടുകൂടി ഈ ജൂബിലി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ